ഹലോ ഫ്രണ്ട്സ്, JCF അവതരിപ്പിക്കുന്ന പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മനസ്സിലുള്ള ചെറിയ ഐഡിയകളെ അതിവേഗം വളരുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു കിടിലൻ മാസ്റ്റർ പ്ലാനാണ് നമ്മളിന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത്. കേവലം കുറച്ച് തിയറികൾക്കപ്പുറം വിജയകരമായ ബിസിനസ്സുകൾ പിന്തുടരുന്ന 10 അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ സോഴ്സ് മെറ്റീരിയലിനെ അടിസ്ഥാനമാക്കി നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. വെറുമൊരു സാധാരണ ടോപ്പ് 10 ലിസ്റ്റ് വായിച്ചു പോകുന്നതിന് പകരം ഈ 10 പ്രധാന ഘടകങ്ങളെ നമ്മൾ 5 കൃത്യമായ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. വിജയത്തിന്റെ അടിസ്ഥാനം, കസ്റ്റമറും ക്വാളിറ്റിയും, ഫിനാൻസും ടെക്നോളജിയും, ലീഡർഷിപ്പും ഹാർഡ് വർക്കും, പിന്നെ ഏറ്റവും ഒടുവിലായി ഇതെല്ലാം സമന്വയിക്കുന്ന അന്തിമമായ ബിസിനസ് വിജയ ഫോർമുല. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. ഒന്നാമത്തെ ഭാഗം, വിജയത്തിന്റെ അടിസ്ഥാനം അഥവാ അടിത്തറ പാകൽ. നമുക്കറിയാമല്ലോ, എത്ര വലിയ കെട്ടിടമാണെങ്കിലും അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ ചെറിയൊരു കാറ്റടിച്ചാൽ മതി, എല്ലാം താഴെ വീഴും. നിങ്ങളുടെ ബിസിനസിന്റെ കാര്യത്തിലും ഇത് 100% സത്യമാണ് കേട്ടോ. നമ്മുടെ സോഴ്സ് മെറ്റീരിയൽ നൽകുന്ന ഒന്നാമത്തെ പോയിന്റ് തന്നെ വളരെ വ്യക്തമാണ്. നിങ്ങൾക്കൊരു കൃത്യമായ വിഷൻ, അതായത് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണം. ഒപ്പം അതൊരു ദീർഘകാല പദ്ധതിയിലൂടെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇതിന്റെ കൂടെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സ്വന്തം മൂല്യങ്ങളും കൂടിച്ചേരുമ്പോൾ അത് നിങ്ങളുടെ ബിസിനസ്സിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു കോമ്പസ് അഥവാ വടക്കുനോക്കി യന്ത്രം പോലെ പ്രവർത്തിക്കും. ഒരു സംശയവും വേണ്ട. സ്വന്തം സ്ഥാപനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: കസ്റ്റമേഴ്സിന് ശരിക്കും എന്താണ് വേണ്ടത്? നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ല, മറിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകളുടെ ആവശ്യങ്ങളാണ് ഇവിടെ താരം. ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാനിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മെ നയിക്കുന്നത്: ഉപഭോക്താവും ഗുണമേന്മയും. ആളുകളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും എങ്ങനെ മികച്ചതാക്കാം എന്നാണ് ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ പോയിന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വെറുതെ എന്തെങ്കിലും വിറ്റൊഴിക്കുക എന്നല്ല വിജയകരമായ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. അവർ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും, അവരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ സൊല്യൂഷൻ കൊടുക്കും, അതിനുശേഷം നല്ല അടിപൊളി കസ്റ്റമർ സപ്പോർട്ടും നൽകും. സത്യത്തിൽ പ്രൊഡക്റ്റ് വിൽക്കുന്നിടത്തല്ല, അവിടെ നിന്നാണ് യഥാർത്ഥ ബിസിനസ് തുടങ്ങുന്നത് തന്നെ. ഇനി 5ാമത്തെ പോയിന്റിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. നല്ല ക്വാളിറ്റിയും ന്യായമായ വിലയും അടിസ്ഥാനപരമായൊരു കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നിങ്ങളുടെ ബ്രാൻഡിനോടുള്ള വിശ്വാസ്യതയും ഉൽപ്പന്നങ്ങളിലെ നിരന്തരമായ പുതുമയും അഥവാ ഇന്നൊവേഷനും കൂടി ചേരുമ്പോഴാണ് കസ്റ്റമർ നമ്മളെ വിട്ടുപോകാതെ എപ്പോഴും കൂടെ നിൽക്കുന്നത്. ശരി, ഇനി നമുക്ക് 3ാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ബിസിനസ്സിനെ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്ന എഞ്ചിൻ എന്ന് തന്നെ ഇതിനെ വിളിക്കാം. അതാണ് ഫിനാൻസും ടെക്നോളജിയും. 3ാമത്തെ പോയിന്റിൽ എടുത്തു പറയുന്നത് ഫിനാൻഷ്യൽ കൺട്രോളിനെക്കുറിച്ചാണ്. പോക്കറ്റിൽ വരുന്ന കാശും പോകുന്ന കാശും കൃത്യമായി ട്രാക്ക് ചെയ്യണം. ലാഭനഷ്ട കണക്കുകൾ, പക്ക ബജറ്റ് പ്ലാനിംഗ്, പിന്നെ ശരിയായ രീതിയിലുള്ള നിക്ഷേപങ്ങൾ. സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു കോംപ്രമൈസും പാടില്ല. അതാണ് ഒരു ബിസിനസ്സിന്റെ അതിജീവനത്തിന്റെ താക്കോൽ. 4ാമത്തെ പോയിന്റ് മാർക്കറ്റിംഗിനെക്കുറിച്ചാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എത്ര മികച്ചതാണെങ്കിലും ആളുകളത് അറിയണ്ടേ? സോഷ്യൽ മീഡിയ, യൂട്യൂബ്, SEO, അതുപോലെ പരസ്യങ്ങളും ബ്രാൻഡിങ്ങും, ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ബാലൻസ്ഡായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇന്നത്തെ കാലത്ത് വർക്കാവുന്നത്. ഒന്നിനെ മാത്രം ആശ്രയിക്കാതെ എല്ലായിടത്തും നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. ഇനി 8ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കൂ. ഇന്ന് അതിവേഗം വളരുന്ന ബിസിനസ്സുകൾക്കെല്ലാം ഒരു കോമൺ കാര്യമുണ്ട്: അവർ ടെക്നോളജിയെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ടൂളുകൾ, ഓൺലൈൻ സെയിൽസ്, ജോലികൾ എളുപ്പമാക്കുന്ന ഓട്ടോമേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ. കാലത്തിനൊത്ത് ടെക്നോളജിയെ കൂട്ടുപിടിച്ചാൽ വളർച്ചയുടെ സ്പീഡ് ഇരട്ടിയാകും. 4ാമത്തെ ഭാഗം ലീഡർഷിപ്പും കഠിനാധ്വാനവും. മെഷീനുകളും ടെക്നോളജിയും ഫണ്ടും മാത്രം പോരാലോ ഒരു ബിസിനസ് വിജയിക്കാൻ. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ മനുഷ്യർ വേണം. അവരെക്കുറിച്ചും അവരുടെ മൈൻഡ് സെറ്റിനെക്കുറിച്ചുമാണ് ഈ ഭാഗം. സോഴ്സ് മെറ്റീരിയലിലെ 6ഉം 7ഉം പോയിന്റുകൾ നമ്മളോട് പറയുന്നത് ലീഡർഷിപ്പിനെക്കുറിച്ചാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ കൂളായി തീരുമാനങ്ങളെടുക്കുന്ന, സമാധാനത്തോടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് ടീമിന്റെ പ്രൊഡക്ടിവിറ്റി വളരെ കൂട്ടും. ജീവനക്കാരെ പുതിയ ഐഡിയകൾ കണ്ടെത്താൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും വേണം. 9ഉം 10ഉം പോയിന്റുകൾ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ബിസിനസ് വിജയം എന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല കേട്ടോ. അതിന് കഠിനാധ്വാനവും ക്ഷമയും കൂടിയേ തീരും. സത്യസന്ധതയോടെ വാഗ്ദാനങ്ങൾ പാലിക്കുക, നല്ല കസ്റ്റമർ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് വിജയിച്ച ബിസിനസ്സുകാരുടെ സീക്രട്ട്. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ 5ാമത്തെയും അവസാനത്തെയും ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഈ 10 ഘടകങ്ങളും കൂട്ടിയിണക്കി തയ്യാറാക്കിയിട്ടുള്ള ആ ബിസിനസ് സക്സസ് ഫോർമുല എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മളൊക്കെ കാത്തിരുന്ന ആ പ്രധാന ഭാഗം. ആ ഫൈനൽ ഇക്വേഷൻ ഇതാണ്: വിജയകരമായ ബിസിനസ് സമം ഗുണമേന്മ പ്ലസ്
കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്ലസ് സ്മാർട്ട് മാനേജ്മെന്റ് പ്ലസ് കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത. ഈ 4 കാര്യങ്ങളും കറക്റ്റ് അളവിൽ കൂടിച്ചേരുമ്പോഴാണ് സംഗതി പൂർണ്ണമായും സക്സസ് ആകുന്നത്. ഏത് ബിസിനസ്സുകാരനും എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു മാസ്റ്റർ ഫോർമുലയാണിത്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ഫോർമുല എനിക്കാണോ അതോ വല്ല വലിയ കമ്പനികൾക്കാണോ എന്ന്. സത്യം എന്താണെന്നോ, ഇത് എവിടെയും വർക്കാകും. അതൊരു കൊമേഴ്സ് സൈറ്റോ റീറ്റെയിൽ ഷോപ്പോ യൂട്യൂബ് ചാനലോ എന്തിനൊരു ചെറിയ തട്ടുകടയോ ആവട്ടെ, ഈ പറഞ്ഞ ബേസിക് ഫോർമുല എല്ലാ മേഖലയിലും 100% പ്രായോഗികമാണ് എന്ന് ഈ ഉദാഹരണങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒടുവിലായി ഈ അനാലിസിസ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇതിലെ ഏറ്റവും പവർഫുള്ളായ ഒരു വരി പറയാം. ബിസിനസ് എന്നത് വെറുതെ കാശുണ്ടാക്കൽ മാത്രമല്ല, അത് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരുടെ വിശ്വാസം നേടിയെടുക്കുകയും അതുവഴി സ്ഥിരമായി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു പ്രക്രിയയാണ്. ഈ 10 കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ സ്വന്തം സംരംഭം തുടങ്ങാൻ ഈ വിവരങ്ങൾ വലിയൊരു ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കാര്യം സ്വയം ചോദിക്കുക, നിങ്ങളുടെ ബിസിനസ് വെറുമൊരു വരുമാന മാർഗം മാത്രമാണോ അതോ സമൂഹത്തിന്റെ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്ന ഒരു മാറ്റമാണോ?